നമസ്തേ. വന്ദേ മാതരം വന്ദേ മാതരം സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം ശുഭ്രജോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗതാ വരദാ മാതരം വന്ദേ മാതരം കോടി കോടി കണ്ട കളകള നിനാദകരാളേ കോടി കോടി ഭുജേ ഹൃദകര കരവാളേ അബലായിലോമായിദോപലേ ബഹുബലധാരിണി നമാമി ദായിനി ത്രിഭുതളമാരിണി മാതരം വന്ദേ മാതരം തുമി വിദ്യാം തുമി ധർമാ തുമി ഹൃദിമദാ തുമി പ്രാണാൻ ശരീരേ ബാഹുദേ തുമി മാ ശക്തി ഹൃദയേ തുമി മാ ഭക്തി തുമാരി പ്രതിമാ ഹൃദയേ മന്ദിരേ മന്ദിരേ വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. പ്രഫുൽ കൃഷ്ണൻ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, ആയഞ്ചേരി സ്വദേശി, വടകര UP സ്കൂൾ അധ്യാപകൻ, ഐതിഹാസികമായ സമരപരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ സമരനായകൻ, ജയകൃഷ്ണൻ മാസ്റ്ററുടെ കർമ്മഭൂമിയായ പാനൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരവോടെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ യുവമോർച്ചയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ രോഹിത് റാം, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന BJPയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ അവർകൾ, BJPയുടെ ജില്ലാ ഉപാധ്യക്ഷ CP സംഗീത, BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ശ്രീ CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, BJPയുടെ പാനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ VP ഷാജി മാസ്റ്റർ, BJPയുടെ കൂത്തുപറമ്പ് മണ്ഡലം അധ്യക്ഷൻ ശ്രീ CK സുരേഷ് ബാബു അവർകൾ, പാനൂർ മണ്ഡലം ഉപാധ്യക്ഷൻ ശ്രീ KC വിഷ്ണു അവർകൾ, യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ രഗിലേഷ് അഴിയൂർ, യുവമോർച്ചയുടെ പാനൂർ മണ്ഡലം അധ്യക്ഷൻ ശ്രീ അരുൺ മോഹൻ, യുവമോർച്ച കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാജേഷ്, SC മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബിജു EP, BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ KK ധനഞ്ജയൻ അവർകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന BJPയുടെയും സംഘപരിവാറിന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ഈ പാനൂരിലെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. സ്വർഗീയ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വീരബലിദാനം 24 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് രാവിലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ പോയി അവിടെ പുഷ്പാർച്ചന നടത്തി ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മയെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കണ്ടിട്ടാണ് ഇന്ന് ഈ പൊതുയോഗത്തിൽ ഞാൻ വരുന്നത്. 24 വർഷങ്ങൾ പൂർത്തിയായി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ
ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ. ഇത്ര മൃഗീയമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എന്ന് പറയുന്നത് ദൈവമാണ്. അധ്യാപകൻ അവൻ അച്ഛനാണ്, അമ്മയാണ്, അവന് സഹോദരനാണ്. ആ പിഞ്ചു മക്കൾക്ക് എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന അത്ര വലിയ അടുപ്പമായിരിക്കും ആ ക്ലാസ് അധ്യാപകനോട്. പ്രത്യേകിച്ച് LP UP ക്ലാസ്സിലെയൊക്കെ പിഞ്ചു കുട്ടികൾക്ക് തങ്ങളുടെ ദൈവമായ, തങ്ങളുടെ അച്ഛനായ, തങ്ങളുടെ അമ്മയായ, തങ്ങളുടെ സഹോദരനായ, എല്ലാമായ ഗുരുനാഥനെയാണ് തങ്ങളുടെ മുന്നിൽ വെച്ച് മതില് ചാടിക്കയറി വന്ന് തുണ്ടം തുണ്ടമായി കൊത്തി അരിയുന്നത്. എത്ര മൃഗീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളായിരുന്നു കുട്ടിക്കാലത്ത് ഇത്തരം ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന 17 കുട്ടികളുടെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CPM ഇല്ലാതാക്കിയത് KT ജയകൃഷ്ണനെ മാത്രമായിരുന്നില്ല. CPM ഇല്ലാതാക്കിയത് ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന മറ്റ് 17 കുട്ടികളുടെ കൂടി ജീവിതമായിരുന്നു. കഴിഞ്ഞ വർഷമല്ലേ ആ മാഷിന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ഇന്ന് 33 34 വയസ്സ് കാണും ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു പുത്തരിയായിരുന്നില്ല, വലിയ വാർത്തയായിരുന്നില്ല. ആ കുട്ടിയുടെ മരണകാരണത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം കണ്ടതിന് ശേഷം ആ കുട്ടിക്ക് പുസ്തകം കണ്ടാൽ പേടിയാണ്, ആൾക്കൂട്ടം കണ്ടാൽ പേടിയാണ്, ആംബുലൻസിന്റെ ശബ്ദം കണ്ടാൽ പേടിയാണ്, എല്ലാത്തിനോടും ഭയമാണ്. ഒറ്റയ്ക്ക് മുറിയിലിരിക്കണം. 6ാം ക്ലാസ്സുകാരി പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തരത്തിൽ ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കെല്ലാം അവരെല്ലാം അനുഭവിച്ചത് ഇതേ മാനസികാവസ്ഥയായിരുന്നു. പലരുടെയും കഥകൾ കേട്ടിട്ടുണ്ട്. പുറം ലോകത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കാതെ ഒതുങ്ങിക്കൂടി പോയ കുട്ടികൾ. എത്രയെത്ര ഡോക്ടർമാരെ കാണിച്ചു എന്നറിയോ രക്ഷിതാക്കൾ? എത്രയെത്ര കൗൺസിലിങ്ങിന് വിധേയമാക്കി എന്നറിയോ? എന്നിട്ടോ അവർ സ്വന്തം സ്വൈര ജീവിതത്തിലേക്ക്, കൃത്യമായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത എത്രയോ കുട്ടികൾ ഇന്ന് 30-34 വയസ്സുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്തൊരു മൃഗീയമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിനും വലിയൊരു ഉദാഹരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര വൃത്തികെട്ട ഒരു പാർട്ടിയാണ് എന്നത് ഇതിനും വലിയൊരു ഉദാഹരണം ആവശ്യമുണ്ട്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് എപ്പോഴും പറയാറുണ്ട്, ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന സുകുമാർ അഴീക്കോട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് വിശേഷിപ്പിച്ചത് മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ആകുമെന്നാണ്. മൃഗങ്ങൾ പോലും ഇത് ചെയ്യില്ല. ഇത്രമാത്രം ക്രൂരത ചെയ്യുന്ന ഏതെങ്കിലും ഒരു മൃഗമുണ്ടോ? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ പോലും ചെയ്യാത്തതാണ് അത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ പെരുമാറാൻ ഈ ഭൂമി മലയാളത്തിൽ, ഈ ഭൂമിയിൽ ഒരു കൂട്ടർക്ക് സാധിക്കൂ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമാണ്. എന്തിനേത് അത്ഭുതപ്പെടുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം, ആ കൊലപാതക കേസിലെ മുഖ്യ പ്രതിയായിരുന്നില്ല. ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസുകാരും CPMകാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് ഇവിടുത്തെ കൊലപാതക കേസുകളെല്ലാം അങ്ങോട്ട് ഒത്തുതീർപ്പാക്കി സംശയത്തിന്റെ ആനുകൂല്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടല്ലേ ഇന്ന് മുഖ്യമന്ത്രി മതത്തിലിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എത്രയെത്ര കൊലപാതകങ്ങളാണ് ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഇത്ര നികൃഷ്ടമായിട്ട് ഈ CPM നടത്തിയിട്ടുള്ളത്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിണറായിയിലൂടെ കടന്നു വരികയായിരുന്നു വണ്ടിയിൽ. ആ പിണറായിയിൽ ഒരു വീടുണ്ട്, ഉത്തമേട്ടന്റെയും രവിത്തിന്റെയും വീട്. നമുക്ക് മറക്കാൻ പറ്റില്ല. ആ വീട്ടിന്റെ മുറ്റത്ത് അമ്മയെ കണ്ടപ്പോ വണ്ടി നിർത്തി ആ വീട്ടിലേക്ക് കയറി. അമ്മയോട് അകത്തിരുന്ന് ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു. ഉത്തമേട്ടനെ കൊല ചെയ്തത് CPMകാർ. ആ സമയത്ത് ചെറിയ കുട്ടിയാണ് രവിത്ത്. രവിത്ത് പ്രായപൂർത്തിയായപ്പോ ആ രവിത്തിനെയും കൊല ചെയ്തു. ഭർത്താവും നഷ്ടപ്പെട്ടു, മകനും നഷ്ടപ്പെട്ടു. ഇന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ആ അമ്മ, വിധവയായ ആ അമ്മ. എത്ര വിധവമാർ
ഈ കണ്ണൂർ ജില്ലയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഉത്തരവനുസരിച്ച് കൊലയാളി സംഘം അരിഞ്ഞു വീഴ്ത്തി കൊലപ്പെടുത്തിയ എത്രയെത്ര ബലിദാനികൾ നമുക്കുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ ആ കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരില്ല. സത്യം പറഞ്ഞാൽ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നില്ല, കണ്ണീര് വറ്റിപ്പോയിരിക്കുന്നു ആ അമ്മയുടെ കണ്ണിൽ നിന്ന്. വാടിക്കൽ രാമകൃഷ്ണേട്ടന്റെ ഭാര്യ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മുഖ്യപ്രതിയായ, നിങ്ങൾ ഗൂഢാലോചന നടത്തി കൊന്ന വാടിക്കൽ രാമകൃഷ്ണേട്ടന്റെ ഭാര്യ, ആ വിധവ, ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കാതിരിക്കുമോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ അനുഭവിക്കുന്നതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വിചാരിച്ചത് ജയകൃഷ്ണൻ മാസ്റ്ററെയും അതുപോലെ BJPയുടെ നേതാക്കന്മാരെയും ഒക്കെ അങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പേടിച്ചു മറച്ച് മൂലക്കിരിക്കുന്നവരാണ് സംഘപരിവാറിന്റെ പ്രവർത്തകന്മാരെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റി. നിങ്ങൾ ഇല്ലാതാക്കിയ ആ ജയകൃഷ്ണൻ മാസ്റ്റർ ഉണ്ടല്ലോ, ആ ജയകൃഷ്ണൻ മാസ്റ്ററേക്കാൾ എത്രയോ ആയിരക്കണക്കിന് ശക്തമാണ് ഇപ്പൊ ബലിദാനിയായിരിക്കുന്ന ജയകൃഷ്ണൻ എന്ന് ഇവിടുത്തെ CPM മറക്കണ്ട. ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ആ വീരബലിദാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 10,000കണക്കിന് യുവമോർച്ച പ്രവർത്തകർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിനെതിരായിട്ട് രംഗത്ത് വരികയാണ്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിനെ, സംഘപരിവാറിനെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ഇത്രയും കാലം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സാധിച്ചോ? ഇന്നെന്താ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മേഖലകളിലും അക്രമം കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നാഗ്രഹിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താ? ഇന്ന് ഇത്രമാത്രം പരിഹാസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ ലോകത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് എന്ന് പറഞ്ഞ് കാസർഗോഡ് പൈവളികയിൽ നിന്ന് ഒരു പരിപാടി ആരംഭിച്ചിരിക്കുന്നു. ഇന്നിപ്പോ പാലക്കാട് ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിൽ ഒരു ദിവസം രാവിലെ ഒരാൾ വിളിച്ചു. ഇപ്പൊ ചാനലിലൊക്കെ വിളിച്ച് നമുക്ക് പ്രേക്ഷകന്മാർക്ക് വിളിക്കാമല്ലോ. ന്യൂസ് 18 വിളിച്ചു ഒരാൾ പറയാണ്, ഞാൻ 61 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും ഈ പറയുന്ന ന്യൂസ് 18 കാണുന്നത്. ഞാൻ സ്ഥിരമായി ന്യൂസ് 18 കാണാറുള്ളൂ. ഞാനൊരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. രാവിലെ 5 മണി മുതൽ 10 മണി വരെ ഈ ന്യൂസ് ഞാൻ ഓൺ ആക്കിയിട്ട് വെക്കും. ഞാൻ നിങ്ങളുടെ ന്യൂസേ കാണാറുള്ളൂ. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യരുത്. അവതാരകൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. അയാൾ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത്, ഞാനൊരു കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ ഒന്നുമല്ല, ഞാനൊരു സാധാരണ കൃഷിക്കാരനാണ്, സാധാരണ ഒരു റബ്ബർ ടാപ്പ് തൊഴിലാളിയാണ്, ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആ പിണറായി വിജയന്റെ തിരുമോന്ത നിങ്ങളുടെ ചാനലിൽ രാവിലെ തന്നെ കാണിക്കരുത്. കേരളത്തിന്റെ ഒരു സാധാരണക്കാരൻ പറയുകയാണ്. നോക്കൂ, ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രി, കേരളത്തിലെ സാധാരണക്കാർ നിങ്ങളെ കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ പാർട്ടിയെ കാണുന്നത് ഇങ്ങനെയാ. ആ നവകേരള സദസ് ആരംഭിക്കുമ്പോ ഈ കേരളത്തിൽ കണ്ടതെന്താ? ഈ കണ്ണൂർ ജില്ലയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു, ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. കേരളീയം എന്ന് പറഞ്ഞ് ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് 19 കോടി രൂപ പൊടിച്ചൊരു പരിപാടി നടത്തിയല്ലോ. ആ പരിപാടി നടക്കുമ്പോഴാണ് ഈ കേരളത്തിൽ നെൽ കർഷകൻ കുട്ടനാട്ടിലെ തകഴിയിലെ പ്രസാദ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രസാദ് എഴുതി വെക്കുകയാണ്, എന്റെ ജീവിതം പരാജയപ്പെട്ടിരിക്കുന്നു, എന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് പ്രസാദ് എന്ന് പറയുന്ന നെൽകർഷകന്റെ ജീവിതത്തെ ഇല്ലാതാക്കിയത്, പരാജയപ്പെടുത്തിയത്? എങ്ങനെയാ ഈ കർഷകൻ പരാജയപ്പെട്ടു പോയത്? പ്രസാദ് അധ്വാനിക്കാൻ മടിയുള്ള ആളൊന്നും ആയിരുന്നില്ല, നന്നായി അധ്വാനിക്കുന്നവനായിരുന്നു. മഴയത്തും വെയിലത്തും നല്ല രീതിയിൽ മണ്ണിനോട് ചളിയോട് മല്ലിട്ട് നെല്ലിൽ പൊന്നു വിളയിച്ച കർഷകൻ, അധ്വാനിക്കാൻ ഒരു മടിയുമില്ലാത്ത കർഷകൻ. അവൻ പൊന്നു വിളയിച്ചപ്പോ ആ പൊന്ന് സംഭരിച്ചു സപ്ലൈകോ. എന്നിട്ടോ സപ്ലൈകോ സംഭരിച്ചിട്ടോ ആ കർഷകന് പണം കൊടുക്കുന്നതിന് പകരം ഇവിടുത്തെ പിണറായി സർക്കാർ പറഞ്ഞു, ഈ പണം നിങ്ങൾക്ക് ബാങ്ക് തരും. ഞങ്ങൾ ബാങ്കിനോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ രേഖകളുമായി ബാങ്കിൽ പോയാൽ ബാങ്ക് വായ്പ തരും നിങ്ങൾക്ക്. കർഷകന്റെ അടുത്ത് നിന്ന് നെല്ല് വാങ്ങിക്കുക, എന്നിട്ട് ബാങ്കിൽ നിന്ന് വായ്പ വാങ്ങിച്ചു കൊടുക്കുക. 21 ചില്ലാൻ ഉറുപ്പിക കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. 6 രൂപയും ചില്ലറ പൈസയും മാത്രമാണ് പിണറായി വിജയൻ കൊടുക്കുന്നത്. 21 ചില്ലാൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, 6 രൂപയും ചില്ലറ ഉലുവയും പിണറായി വിജയൻ കൊടുക്കുന്നു. എന്നിട്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ കർഷകന്മാർക്ക് സംഭരണ വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ പാവപ്പെട്ടവരുടെ പാർട്ടി എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരാ പറയുന്നത്.
സാധാരണക്കാരന്റെ പാർട്ടി, പാവപ്പെട്ടവന്റെ പാർട്ടി, കർഷകന്മാരുടെ പാർട്ടി. ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ഈ കർഷകന്മാർക്ക് കൊടുത്തുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുമായിരുന്നോ? പ്രസാദ് ബാങ്കിൽ പോയപ്പോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല. ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ ലോണുണ്ട്, ഇനി പുതിയ ലോണുകൾ അനുവദിക്കാൻ പറ്റില്ല. ഈ കർഷകന് മറ്റെന്ത് വഴിയുണ്ട്? കേരളത്തിലെ കർഷകന്മാരെ കടക്കണിയിലാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുത്തക മുതലാളിമാരുടെ പാർട്ടിയാണ്, ജമ്മിമാരുടെ പാർട്ടിയാണ്, മാടമ്പിമാരുടെ പാർട്ടിയാണ്. നവകേരള സദസ്സിൽ രാവിലെ ഫുഡ് അടിക്കുന്നുണ്ടെന്ന് പ്രാതൽ, മുഖ്യമന്ത്രിയോടൊപ്പം പ്രാതൽ. ആരാണ് മുഖ്യമന്ത്രിയോടൊപ്പം പ്രാതൽ കഴിക്കുന്നത്? ഈ പാനൂരങ്ങാടിയിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരന് ഈ മുഖ്യമന്ത്രിയുടെ കൂടെ പോയിട്ട് പ്രാതൽ കഴിക്കാൻ പറ്റിയോ? കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ നാട്ടിലെ പൈസക്കാർക്ക്, ഈ നാട്ടിലെ ശതകോടീശ്വരന്മാർക്ക്, ഈ നാട്ടിലെ പ്രമാണിമാർക്ക് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്, അവസരം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയും പാവപ്പെട്ടവന്റെ പാർട്ടിയാണോ എന്ന്. ഇതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ യഥാർത്ഥ മുഖം അല്ലേ? എത്ര പരിഹാസ്യമായി കൊണ്ടിരിക്കുക ഈ കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതൊരു വസന്തകാലമായിരിക്കുമെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭരണം അത് ഏറ്റവും നല്ല ഭരണമായിരിക്കുമെന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാണന്മാർ പാടി നടക്കുന്നത്. എടോ, രണ്ടാമത്തെ വർഷവും ഈ കേരളം നിങ്ങൾ ഭരിക്കുമ്പോ എന്താ കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ? ഇപ്പോ ക്ഷേമ പെൻഷനുകളില്ല. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞു, കേരളം സമർപ്പിച്ച എല്ലാ പ്രപ്പോസലുകൾക്കും പൈ വ്യത്യാസമില്ലാതെ കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ചില്ലറ പൈസ പോലും, നയാ പൈസ പോലും ഇനി കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടാനില്ല. പിന്നെ എന്തിനാ പിണറായി വിജയൻ നിങ്ങൾ കേന്ദ്രം തരുന്നില്ല എന്ന് കെ എം ബാലഗോപാലും പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരു പൈസയും പ്രപ്പോസൽ സമർപ്പിച്ച എല്ലാ പൈസയും കിട്ടിക്കഴിഞ്ഞല്ലോ. വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന, സംസ്ഥാന സർക്കാരിന്റെയും ചില്ലറ വിഹിതമുണ്ട്. ആ പദ്ധതി ഇവിടെ വരുമ്പോൾ അങ്ങ് പേര് മാറ്റി ലൈഫാക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് വീടുകൾക്ക് അനുമതി കൊടുത്തിട്ടും എന്താ ആ പണിയുടെ പൂർത്തിയാക്കാൻ സാധിക്കാത്തത്? KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടണമെങ്കിൽ പട്ടിണി സമരം നടത്തണ്ടേ? KSRTCയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജീവനക്കാർ എത്രയോ മാസമായിട്ട് പെൻഷനില്ല, പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. SC ST വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ പോലീസ് വണ്ടിയിൽ ഡീസൽ അടിക്കാൻ കാശില്ലാഞ്ഞിട്ടോ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഈ പോലീസ് വണ്ടികൾ കട്ടപ്പുറത്ത് കിടക്കുന്നു. അല്ലെങ്കിലും കേരളത്തിലെ പോലീസിനെ കൊണ്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് പ്രതിനെ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് കണ്ടാലേ വിശ്വാസം വരുള്ളൂ. ഒരു പ്രതിനെ പിടിക്കാൻ ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പട്ടാപ്പകൽ തിരിച്ച് കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിക്കുക. എന്നിട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ക്യാമറ ഉണ്ട്, AI ക്യാമറ അല്ലേ? ആ ക്യാമറയിൽ കാറിന്റെ ഉള്ളിലിരിക്കുന്ന ആള്, അവരുടെ കീശയുടെ പോക്കറ്റിലുള്ള സാധനം, എല്ലാ സാധനത്തിനും ഈ ഫോട്ടോ കിട്ടുന്നതാണ് ഈ പിണറായി വിജയൻ മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടോ ഈ കൊല്ലമങ്ങാടിയിലെ ആശ്രാമ മൈതാനത്തിന് ചുറ്റും എത്ര AI ക്യാമറകളുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഈ പറയുന്ന ആളുകളുടെ മുഖം പതിഞ്ഞോ? പിന്നെ എന്തിനാണ് ഈ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നത്? സാധാരണക്കാരൻ ഹെൽമെറ്റ് ഇടാണ്ട് പോയാൽ ഫോട്ടോ എടുക്കും, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയാൽ ഫോട്ടോ എടുക്കും, അബദ്ധത്തിൽ കുട്ടീനെ കൂടി കയറ്റിപ്പോയാൽ ഫോട്ടോ എടുക്കും. എന്നിട്ടോ ആവശ്യത്തിന് ഉപകരിക്കാത്ത ക്യാമറകൾ, പ്രവർത്തിക്കാത്ത ക്യാമറകൾ ഇല്ലേ? പോലീസോ ഇരുട്ട് തപ്പി, ഇത്രയും ദിവസം ഇരുട്ട് തപ്പി, എന്നിട്ടോ പട്ടാപ്പകൽ കൊണ്ടാക്കി കുട്ടീനെ ഉപേക്ഷിച്ച് പോയി. ആ കുട്ടീന്റെ ഭാഗ്യം കൊണ്ട്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടി അല്ലേ? ഉറങ്ങാതെ നമ്മൾ കേരളം മുഴുവൻ ഉറങ്ങാതിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ കേരള പോലീസിന്റെ കഴിവ് കൊണ്ട് ആണോ കിട്ടിയത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോളെ കല്യാണം കഴിച്ച ഒരു വിദ്വാനുണ്ടല്ലോ, മുഹമ്മദ് റിയാസ് മരുമോൻ. ഈ മരുമോൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? കുട്ടിയെ 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു കിട്ടി. ഈ വാർത്ത അറിഞ്ഞത് മുതൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയനും ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച കേരള പോലീസിനും ജനങ്ങൾക്കും സാല്യൂട്ട്. ഇത്രയും ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് കണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കട്ടിയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് ഇട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി, കേരള പോലീസിന് നന്ദി. എന്തിനാ നന്ദി? ഇപ്പൊ എന്താ പരിപാടി എന്നറിയോ? മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിനെ പുകഴ്ത്തുക, മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിപാടിയാണ്, കൊടുക്കൽ വാങ്ങൽ അല്ലേ? ഇതാണ് രണ്ടുപേരും മരുമോനും അപ്പച്ചനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. മുഖ്യമന്ത്രി, നിങ്ങൾക്ക് എന്തിനാണ് സേനൂട്ട് തരേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ
ഈ കേരള പോലീസിന് എന്തടിസ്ഥാനത്തിലാണ് ഈ കേസിൽ സേനയൂട്ട് തരേണ്ടത്? കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കേസ് അന്വേഷണവുമായിട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോ നിങ്ങൾക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇന്നിപ്പോ പറയുന്ന എത്ര ദിവസത്തിന് ശേഷം ഇങ്ങനെയായിരുന്നോ കേരളത്തിലെ പോലീസ്? എത്ര മിടുക്കന്മാർ ഈ കേരള പോലീസിന്റെ സേനയിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് മിടുക്കന്മാര്. എന്താ ഇവർക്ക് അന്വേഷണം കൃത്യമായി നടക്കാൻ സാധിക്കാത്തത്? ഇപ്പൊ കേരളത്തിലെ പോലീസിന് പണി എന്താണെന്നറിയോ? അബദ്ധത്തിൽ ആരെങ്കിലും കറുത്ത മുണ്ടോ കറുത്ത ഷർട്ടോ ഇട്ടിട്ട് ഈ റോഡ് സൈഡിലെങ്ങാൻ നിന്നാൽ അപ്പ പിടിച്ചുകൊണ്ടുപോകും. കാരണം പിണറായി തമ്പുരാൻ എഴുന്നള്ളുന്ന വഴിയിൽ ഈ കറുപ്പ് വസ്ത്രം പാടില്ല. തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, ബി ജെ പി കൗൺസിലർ സത്യമായിട്ടും അറിയില്ല മുഖ്യമന്ത്രി ആ വഴി കൂടി പോകുന്നത്. ചായ കുടിക്കുകയാണ്, ഒരു കട്ടൻ ചായ കുടിക്കാൻ ഒരു തട്ടുകടയിൽ കയറി ഇരുന്ന് അങ്ങോട്ട് നോക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പോലീസ് വണ്ടി വന്നത്. അപ്പടെ എടുത്ത് പിടിച്ചിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ആ വനിതാ കൗൺസിൽ അറിയുന്നത് പിണറായി വിജയൻ വരുന്നുണ്ട്, കറുത്ത ചുരിദാർ ഇട്ടുപോയി. അതിനാണ് പിടിച്ചുകൊണ്ടുപോയത്. ഇനി മുഖ്യമന്ത്രി പോയാലേ ജാമ്യം കിട്ടുമെന്നാണ് പറഞ്ഞത്. സത്യം, മുഖ്യമന്ത്രി പോയിട്ടാണ് ജാമ്യം കിട്ടിയത്. കേരളത്തിന്റെ പോലീസിന്റെ പണി എന്താ? ഈ പണിയല്ലേ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, സ്പെഷ്യൽ ബ്രാഞ്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണി ഈ കേരള പോലീസ് നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് നട്ടലോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഇല്ലേ, പോലീസിന് ഒരു നട്ടല് വേണ്ട. ഇവിടെ AKG സെന്ററിൽ പറയുന്ന എഴുതി കൊടുക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേന, എത്ര നല്ല കേസ്, എത്ര കേസുകൾ തെളിയിച്ച സേനയാണ്. എന്നിട്ടോ ഇപ്പൊ ഇത് അപമാന ഭാരത്താൽ തല താഴ്ത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ സഖാക്കന്മാര്. ഈ ഡിവൈഎഫ്ഐയുടെ സഖാക്കന്മാര് കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. നമ്മളെ ഈ ബസ് ഉണ്ടല്ലോ, 1.5 കോടി റുപ്യന്റെ ബസ്. ഈ ബസ് തലശ്ശേരി വന്നപ്പോ ഞാൻ കാസർഗോഡേക്ക് പോവാ, അന്നേരം ബസ് ഞാൻ കണ്ടു. അവിടെ ആ ബസിന്റെ ചുറ്റും കുറെ സഖാക്കന്മാര് ഡിവൈഎഫ്ഐക്കാര്. എന്താ നൃത്തം അറിയോ? കേരളത്തിന്റെ പോലീസിന്റെ കാവല് വേറെയുണ്ട്, ഡിവൈഎഫ്ഐക്കാരന്മാരുടെ നൃത്തം വേറെയുണ്ട് കാവല്. ഇവന്മാരെയൊക്കെ നൃത്തം കണ്ടാൽ ഇവന്മാരെയൊക്കെ അമ്മായിയപ്പന്റെ പൈസ കൊടുത്തിട്ടാണ് ഈ ബസ് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. എടോ, ഞങ്ങളുടെയൊക്കെ നികുതപ്പണം കൊണ്ടാണോ നിങ്ങൾ ഈ ദൂർത്ത് കാണിക്കുന്നത്? സഖാക്കന്മാരെയൊക്കെ നൃത്തം ഈ പാലാവൂർ അങ്ങോടി കൂടിയൊക്കെ പിള്ളായി പോകുമ്പോ ആരെങ്കിലും കറുത്ത തുണി കാണിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്തായിരുന്നു പീഡിയം? ഓരോ കടയിലും 30 പേരാണ് നിന്നത്. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ കറുത്ത തുണി കണ്ടാൽ? സാധാരണ ചുവന്ന തുണി കണ്ടാൽ കാളക്ക് ഹാലളവെന്ന് കേട്ടിട്ടുണ്ട്. ചില മൃഗങ്ങളുണ്ട്, ചുവന്ന നിറം കണ്ടാൽ, ചുവന്ന തുണി കണ്ടാൽ അങ്ങ് ഹാലളവ്. അതുപോലെയാണ് ഈ കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഹാലളവും. എന്ത് വലിയൊരു മാനക്കേടാണ്, അപമാനമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ. ഈ സാധാരണ സഖാക്കന്മാർ നിങ്ങൾക്കൊന്ന് ഇരുന്ന് ആലോചിക്കുക, എന്താ അവസ്ഥ? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെന്താണെന്നറിയോ? ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഏറ്റവും സുന്ദരമായ കാലമായിരിക്കും, ഒരു സാധനത്തിനും വില കൂടില്ലെന്നാ പറഞ്ഞത്. ഇവിടെ സപ്ലൈകോല അവശ്യ 13 സാധനങ്ങളെയും വില കൂടിയെന്ന് മാത്രമല്ല, ആ വില കൂടിയത് ആരും അറിയില്ല. കാരണം എന്താണെന്നറിയോ? സപ്ലൈക്കോ പോയാൽ ഒന്നും കിട്ടാനില്ല. സാധനം കിട്ടിയാലല്ലേ വില കൂടിയ കാര്യം അറിയുള്ളൂ. ഈ സപ്ലൈക്കോ പോയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ 13 ഇനങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ടാ? ഒന്നും കിട്ടാനില്ല. കാരണം എന്താ? ഇവിടെ ഈ വിതരണം ചെയ്യേണ്ട ആളുകൾ, കരാറുകാർ സപ്ലൈകോക്ക് സാധനം കൊടുക്കുന്നില്ല. നെൽകർഷകന്മാർക്ക് പൈസ കൊടുക്കാത്ത ആളുകളാണ് ഈ സപ്ലൈകോ. പിന്നെ എങ്ങനെയായി കരാറുകാർക്ക് സാധനങ്ങൾക്ക് പൈസ കൊടുക്കുക? അപ്പൊ സാധനങ്ങൾ വിതരണം ചെയ്യുന്നില്ല. അപ്പൊ സാധാരണക്കാരുടെ ജീവിതം ഇത്രമാത്രം കഷ്ടപ്പാടിലാണ്. ആത്മഹത്യ ചെയ്യുന്നു സാധാരണക്കാർ. ക്ഷേമ പെൻഷനുകളില്ല. ദൂരത്തിന് കുറവുണ്ടോ? ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നതോ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ട് അബദ്ധമാണ്. അത് പ്രായോഗികകരമായി അപകടമാണ്. എവിടെയാണോ കമ്മ്യൂണിസ്റ്റ് തുടർ ഭരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ സംസ്ഥാനങ്ങൾ, ആ രാജ്യങ്ങളെല്ലാം നശിച്ച് നാരായണക്കല്ലെടുത്ത കാഴ്ച ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ആ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ സഹിക്കാൻ പറ്റാതെ പുറങ്കാലം കൊണ്ട് തൊഴിച്ചോ ദൂരേക്ക് കഴിയുന്ന കാഴ്ചയാണ് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ കമ്മ്യൂണിസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സുന്ദര കാലഘട്ടം എന്നൊക്കെ കവികളുണ്ട്. അവാർഡ് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കവിത എഴുതി കൊടുക്കുന്ന കുറെ കൂലി എഴുത്തുകാർ അല്ലേ? ആ കൂലി എഴുത്തുകാർ ഈ കമ്മ്യൂണിസത്തിനെ പറ്റിയിട്ടൊക്കെ കവിതയൊക്കെ എഴുതും. പക്ഷെ യാഥാർത്ഥ്യം എന്താ? ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അബദ്ധമാണ്, അത് അപകടമാണ്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കില്ലേ, സാധാരണക്കാരന്റെ വീട് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച് ഒരു മഴ പെയ്ത ചോർന്നൊലിക്കുന്ന വീടിൽ കഴിയുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. എന്നിട്ടോ ഒരു ക്ഷേമ പെൻഷൻ കിട്ടിയാൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാം, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാം. അതിന് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്. നമ്മളൊരു അമ്മൂമ്മയെ കണ്ടില്ലേ, ഒരു അമ്മച്ചി പറയാണ്, അമ്മച്ചിക്ക് ക്ഷേമ പെൻഷൻ കിട്ടാണ്ടായപ്പോ പിണറായി വിജയൻ നല്ല പച്ചയ്ക്ക് ഈ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു അമ്മച്ചി നമ്മളോട് മറന്നുപോയി. എന്നോട് പേര് മറന്നുപോയി അമ്മച്ചിയുടെ.
നോക്കൂ, ഇത്തരത്തിൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ മുഖ്യമന്ത്രിക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാം, നിലം തൊടാതെ പറക്കാൻ. മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ പറയാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാം. കമലെടുത്തിക്കും മോക്കും മരുമോനും എല്ലാം നീന്തി തുടിക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ടാ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാം, മുഖ്യമന്ത്രി ഇപ്പൊ പശുപാലയെ കുടിക്കും. പശുപാൽ എന്ന് വെച്ചാൽ നമ്മളെ മിൽമാപ്പാല് പറ്റൂല. ഏതാ പാലെന്നറിയാം? നാടൻ പയ്യന്റെ പാല് തന്നെ വേണം. കാസർഗോഡ് കുള്ളനാണെന്നാണ് ഞാൻ കേട്ടത്. ആ പശുവിന്റെ പാലയെ കുടിക്കുള്ളൂ. അതുകൊണ്ട് ക്ലിഫ് ഹൗസിനകത്ത് ഒരു തൊഴുത്തുണ്ടാക്കാൻ തീരുമാനിച്ചു. സാധാരണ തൊഴുത്തൊന്നുമില്ല, നിങ്ങളും ഞാനൊക്കെ ഒരുപാട് തൊഴുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ തൊഴുത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പണിത തൊഴുത്തിന്റെ വില 35 ലക്ഷത്തിൽ കൂടുതലാ. വിവരാവകാശ രേഖകൾ പ്രകാരം കിട്ടിയത് 35 ലക്ഷം. ആ പശുവിന്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ചിട്ടുള്ളത്. 35 ലക്ഷം റുപ്യന്റെ തൊഴുത്ത് കിടക്കുന്ന ഒരു പശു അല്ലേ? മുൻജന്മ സുഹൃതം എന്നൊക്കെ പറയാം. ഒരു AC ഫിറ്റ് ചെയ്ത് കൊടുത്താൽ പോലും മുഖ്യമന്ത്രി ഈ 35 ലക്ഷം ആവുമോ പശുവിന്? മുഖ്യമന്ത്രി നിങ്ങൾ പരിഹസിക്കുന്നതോ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും പരിഹസിക്കുന്നതോ ഈ കേരളത്തിലെ സാധാരണക്കാരെയാണോ? അവരുടെ ജീവിതത്തെ നോക്കിയാണോ നിങ്ങൾ പല്ലിളിച്ച് കാണിക്കുന്നതോ? അത് കേരളത്തിലെ പൊതുജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. 1.5 കോടി രൂപയ്ക്കടുത്താണ് ആ ബസിന്റെ വില അല്ലേ? 1.5 കോടി. നിങ്ങൾ ആ ബസിന്റെ കഥ കേൾക്കണമെങ്കിൽ കൈരളി ചാനൽ കാണണം. സത്യം, ഞാൻ ആ ബസിന്റെ കഥ കൈരളി ചാനലിൽ തന്നെയേ കണ്ടിട്ടുള്ളൂ. കൈരളിയുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ, ആ രോമോക്കാൻ എണീറ്റ് നിന്ന് ആ ബസ് ഇറങ്ങി വരുമ്പോ തന്നെ റിപ്പോർട്ട് ചെയ്യാണ് ഇത് ബസ്. ഈ ബസ് ഞാൻ വിവരിക്കണം. എന്താണെന്നറിയോ? ആ ബസ്സിൽ ഏറ്റവും ബേക്കിൽ നല്ല കക്കൂസ് ഉണ്ടോ, ഭയങ്കര കക്കൂസ്. കൈരളിയുടെ റിപ്പോർട്ടർ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാണ് ആ കക്കൂസ്, അതിന്റെ പൈപ്പ്, അതിന്റെ ക്ലോസറ്റ്. സഖാക്കന്മാരൊക്കെ ഇങ്ങനെ രോമാഞ്ചമുള്ളതാണ്. എന്താപ്പോ എന്റെ പിണറായി വിജയന്റെ ബസ്. അത് മാത്രമാണോ? ബസ്സിൽ മുന്നിലത്തെ സീറ്റ് ഉണ്ടല്ലോ, 360 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിയും. ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ ഒറ്റ തിരിയും. നമ്മൾ പണ്ട് ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മളെ തിരിച്ചില്ലേ? ഞാനൊക്കെ ചെറിയടുത്ത് കസേരയിൽ ഇരുന്നിട്ട് ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരിയാൻ മുഖ്യമന്ത്രിക്ക് എന്തിനാണെന്നറിയോ? നമ്മുടെ മരുമോനൊക്കെ ബാക്കിലാണ് ഇരിക്കുന്നത്. ഈ മരുമോനിയൊന്നും ഒട്ടും വിശ്വാസമില്ല. മോളെ കല്യാണം കഴിച്ചിട്ടുള്ളതൊക്കെ ശരിയെന്നെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കണം. അതിനാണ് ഈ 360 ഡിഗ്രി തിരിയുന്ന ഒരു കസേര വെച്ചിരിക്കുന്നത്. അത് മാത്രമാണോ? മുഖ്യമന്ത്രി ആ ബസ് സ്ഥലത്തെത്തുമ്പോ ആ ബസിന്റെ ഡോറിന്റെ അടുക്ക വന്ന് നിൽക്കും. എന്നിട്ടോ കൈയങ്ങോട്ട് പൊന്തിക്കും. എന്നിട്ട് 2 സ്റ്റെപ്പ് ലിഫ്റ്റിൽ അങ്ങോട്ട് താണു വരും. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ബസിന്റെ അടുത്ത് വീണ്ടും പോയി അവിടെ നിൽക്കും. ആ ബസ് ഇങ്ങനെ പൊന്തി അങ്ങോട്ട് പോകും. സാധാരണ ഒരു 3ഓ 4ഓ നിലയുള്ള കെട്ടിടത്തിലൊക്കെ ആണെങ്കിൽ പോട്ടെ, ഒരു 2 നില കെട്ടിടമാണെങ്കിൽ നിങ്ങൾ ലിഫ്റ്റ് വാങ്ങി ലിഫ്റ്റ് വെച്ചോ? എടാ, ഒരു ബസ് കയറണമെങ്കിൽ 2 സ്റ്റെപ്പ് കയറ്റി വെച്ചാൽ പോലെ. ഒരു 2 സ്റ്റെപ്പ് കയറ്റി വെക്കാൻ ഈ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മന്ത്രിമാർക്കും പറ്റുന്നില്ലേ? ഇത്രയും പറ്റാത്ത ആളാണെങ്കിൽ വീട്ടിൽ കിടക്കണം. ഈ കേരളത്തിന്റെ തെക്ക് വടക്ക് ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? ഒരു 2 സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാതെ എന്നിട്ട് ലിഫ്റ്റ് വെച്ചിട്ട് ഇതൊക്കെ എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ആരെ നോക്കിയാണ് പരിഹസിക്കുന്നത്? 1600 രൂപ പെൻഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്, സമരം ചെയ്യുകയാണ്. വികലാംഗന്മാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്ന വാർത്ത, വികലാംഗ പെൻഷന് വേണ്ടിയിട്ട്. ഇതല്ലേ നമ്മൾ കണ്ടുകൊടുക്കുന്നത്? എന്നിട്ടോ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല എന്ന്. കേന്ദ്രം കൊടുക്കുന്നില്ലെങ്കിൽ, കേന്ദ്രം ഒന്നും തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവസ്ഥ എന്തായിരിക്കും? BJP ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തിനോട് ഒരു പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഉണ്ട്, അപ്പം വക്കീൽ അതൊക്കെ പറയും. ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് കേരളത്തിന്, ഏറ്റവും കൂടുതൽ. BJP ഭരിക്കുന്ന എത്ര സംസ്ഥാനം വേറെ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവർക്കൊക്കെ കൊടുത്തൂടെ? എന്തിനാണ് ഞാൻ കേരളത്തിന് കൊടുത്തത്? ഞങ്ങൾ അങ്ങനെ പക്ഷപാതം കാണിക്കാറില്ല. 39,000 കോടി രൂപയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായിട്ട് ഈ കേരളത്തിന് കൊടുത്തത്. ഈ നിർമ്മല സീതാരാമനെ KM ബാലഗോപാലെ മുഖ്യമന്ത്രി അധികമൊന്നും നിങ്ങൾ പറയണ്ട. ഈ നിർമ്മല സീതാരാമൻ ഒരു ചവിട്ടിയാൽ, അല്ലെങ്കിൽ ഇവിടത്തെ പൈസയുടെ കണക്കൊക്കെ കൃത്യമായിട്ട് അങ്ങ് പരിശോധിച്ചിട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി സഹമന്ത്രിമാരെ നിങ്ങൾക്ക് പിച്ചച്ചട്ടിയെടുത്ത് ഈ റോഡിൽ കണ്ടാനിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ഈ കേന്ദ്രം തന്നില്ലെങ്കിൽ എന്ത് മണ്ണാക്കട്ടെയാണ് കേരളത്തിലുള്ളത്? എന്നിട്ട് വലിയ പറയും കേരളയിൽ ഞങ്ങൾ കൊണ്ടുവന്നില്ല 2 ലക്ഷം കോടി. കേരളയിൽ വരും കേട്ടോ. ഈ പിട്ടിന് തേങ്ങ എടുത്ത പോലെ ഇടക്കിടക്ക് പറയും കേരളയിൽ വരും കേട്ടോ. ഒരു വെളിപ്പാടാണ് മുഖ്യമന്ത്രിക്ക്. അപ്പോഴാണ് പറയുക കേരളയിലെ കുറിച്ച്. എവിടുന്ന് വരാൻ? എടോ, പോലീസ് ചീഫിന് ഡീസൽ അടിക്കാൻ പണമില്ലാത്ത സർക്കാർ, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പണമില്ലാത്ത സർക്കാർ, ഉച്ചഭക്ഷണ പദ്ധതിക്ക് പണമില്ലാത്ത സർക്കാർ. നിങ്ങൾ എവിടെ നിന്നാണ് ഈ 2 ലക്ഷം കോടി രൂപ എടുത്ത് കൊടുക്കാൻ പോകുന്നത്? ഇവിടുത്തെ സാധാരണ സഖാക്കന്മാർ എന്താ വിചാരിച്ചിരിക്കുന്നത്?
ഈ പിണറായി വിജയൻ എന്തോ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. സഖാക്കന്മാരെ, നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവമായിരിക്കും. കാരണം എന്താ, നിങ്ങൾ കൈരളിയും ദേശാഭിമാനിയും മാത്രമേ കാണാറുള്ളൂ, വായിക്കാറുള്ളൂ. ഇതല്ലാത്ത ജനങ്ങളുണ്ട്. ഈ കൈരളി ചാനലും ദേശാഭിമാനിയും തിരിഞ്ഞു നോക്കാത്ത ഈ കേരളത്തിലെ സാധാരണ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ പിണറായി വിജയൻ എന്താണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഉണ്ടല്ലോ ഒരു കൂട്ടരുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആരെന്നറിയോ? വി ഡി സതീശൻ ആൻഡ് കമ്പനി, സുധാകരൻ ആൻഡ് കമ്പനി. അല്ലെ, ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ വ്യാജ ഐഡന്റിറ്റി കാർഡ് അടിച്ചു. വ്യാജ ഐഡന്റിറ്റി കാർഡ് 1.5 ലക്ഷത്തിലധികം കാർഡുകൾ അടിച്ചത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞത്, ബിജെപിയും യുവമോർച്ചയും കൃത്യമായി പറഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. സൂക്ഷ്മ പരിശോധനയില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിക്കാം. അല്ലെ, ട്രെയിൻ ടിക്കറ്റുകൾ എടുക്കാം, വിമാന ടിക്കറ്റുകൾ എടുക്കാം. ഇത് തീവ്രവാദികൾക്ക് ഉപയോഗിക്കാമല്ലോ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയല്ലേ? ഈ കേസ് കൃത്യമായി അന്വേഷിക്കാൻ എന്താ കേരളത്തിലെ പോലീസ് തയ്യാറാകാത്തത്? ബിജെപി കൃത്യമായിട്ട് പറഞ്ഞു, യുവമോർച്ച പറഞ്ഞു, ഇത് വി ഡി സതീശനും സുധാകരനും കൂടെ മുഖ്യമന്ത്രിയുമായി ഈ കേസ് പറഞ്ഞു തീർന്നിരിക്കുന്നു. ഈ കേസ് എവിടെയും എത്താൻ പോകുന്നില്ല. നമ്മൾ അതല്ലേ കണ്ടുകൊണ്ടിരുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, വ്യാജ പ്രസിഡന്റ്. 12.5 ലക്ഷം ആളുകളാണ് ഈ യൂത്ത് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്ന പറഞ്ഞത്. അതിൽ 2 ലക്ഷത്തിൽ ചില്ലാം വോട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റിന് കിട്ടിയത്. അസാധുവിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ നിങ്ങൾ? 2 ലക്ഷത്തിൽ ചില്ലാം വോട്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യാജ പ്രസിഡന്റും അസാധുവും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 5565 വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5565 വോട്ടും കൂടി കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി അസാധു പ്രഖ്യാപിക്കേണ്ടി വരുമായിരുന്നു. ഇത്ര മണ്ടന്മാരാണ് യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ, ഒരു വോട്ട് ചെയ്യാൻ അറിയാത്തവര്. ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം സമ്മതിക്കണം, ഞങ്ങൾക്ക് ഈ വോട്ട് പോലും ചെയ്യാൻ അറിയാത്ത മരമണ്ടന്മാരാണ്, അക്ഷരാഭ്യാസമില്ലാത്ത മരമണ്ടന്മാർ, പൊട്ടന്മാരാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇത്രയും ആളുകളെന്ന് നിങ്ങൾ സമ്മതിക്കണം. അല്ലെങ്കിലോ ഞങ്ങൾ കള്ളത്തരത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയതാണ് സമ്മതിക്കണം. എന്നിട്ട് ഇത്രയും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ വന്ന് പറയുകയാണ്, 5000 കാർഡ് ഞങ്ങൾ അടിച്ചു. ഓരോ ജില്ലയിലെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരാതി കൊടുത്തല്ലോ. എന്താ കേരളത്തിന്റെ പോലീസ് ഈ പരാതി കൊടുത്തവരെയൊന്നും അന്വേഷിക്കാത്തത്? 5000 കാർഡുകൾ അടിച്ചു എന്ന് കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു. ഇന്നേ വരെ ചോദ്യം ചെയ്തിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഇതിന്റെ മദർ കാർഡ്, CR കാർഡ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച മദർ കാർഡ്, ആ കാർഡ് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയത് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കാരൻ, ഒരു വ്യാജൻ. അവനെ ചോദ്യം ചെയ്തു. ഒരാളെയും ചോദ്യം ചെയ്തിട്ടില്ല. വ്യാജ പ്രസിഡന്റിന്റെ കാറിൽ നിന്ന് 2 പ്രതികളെ പിടിക്കുന്നു. കേരളത്തിന്റെ പോലീസ് എന്താണ് ഈ അന്വേഷണത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തത്? ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ, വി ഡി സതീശൻ പാർട്ടി മുഖ്യമന്ത്രിയുമായി ഇത് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ കരിങ്കൊടി കാണിക്കുന്നൊന്നും കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു, ആർക്ക് പോയി? ആ കരിങ്കൊടി കാണിച്ചോന് പോയി. ചെടിച്ചട്ടി കൊണ്ട് അടികിട്ടിയോൻ അവൻ അനുഭവിക്കുക. ഇവിടെ മേലെ തട്ടിലെത്തുമ്പോ വി ഡി സതീശനും പിണറായി വിജയനും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണ്, ഒരേ തൂവൽ പക്ഷികളാണ്, ഭായിമാരാണ്. ഭയങ്കര ബന്ധമാണ് അല്ലെ? ആ കേസ് തേച്ചു മാച്ച് കളയാൻ വേണ്ടി നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കൊലപാതക കേസുകൾ, ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ എത്ര കൊലപാതകങ്ങളുണ്ടായി, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിലേക്ക് നേരിട്ടെത്താവുന്ന നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രക്ഷപ്പെട്ടു പോകുന്നത്? ഇവിടെ LDF ഭരിച്ചു കഴിഞ്ഞ് UDF വരുമ്പോ CPM നേതാക്കന്മാർക്ക് വേണ്ടി ആ കേസ് തേച്ചു മാച്ച് കളയാനുള്ള എല്ലാ വിടുപടിയും എടുത്തു കൊടുക്കും. പരസ്പര സഹകരണ മുന്നണി അല്ലെ? ആ സഖ്യമല്ലേ I കുത്ത് N കുത്ത് D കുത്ത് അല്ലേ? I കുത്ത് A കുത്ത് INDIA സഖ്യം. കുത്ത് 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 പുഴുക്കുത്ത് അല്ലേ? എല്ലാ പുഴുക്കുത്താണ്, പുഴുക്കുത്ത് സഖ്യം. ഈ പുഴുക്കുത്ത് സഖ്യത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ CPM-കാരനും കോൺഗ്രസ്സുകാരനും. പുഴുക്കുത്ത് അല്ലെ? പരസ്പര സഹകരണ മുന്നണികൾ. പത്രസമ്മേളനത്തിൽ വലിയ വായിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാന്ന്. വാളയാറങ്ങ് കഴിഞ്ഞാൽ, ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ചോലിലാണ് വി ഡി സതീശന്റെ കൈ. വി ഡി സതീശന്റെ ചോലിലാണ് പിണറായി വിജയന്റെ കൈ. ഒരു കൊടി, ഒരു മരത്തിന്റെ മോളാണ്, ഒരു കമ്പിന്റെ മോളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കെട്ടുക, ഒരു മരത്തിന്റെ മോളാണ് കോൺഗ്രസിന്റെ കൊടി കെട്ടുക അല്ലെ? ഈ 2 കൂട്ടരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിനെ എതിർക്കുക എന്നുള്ളതാണ് ഈ 2 കൂട്ടരുടെയും പ്രധാനപ്പെട്ട അജണ്ട. അതിനുവേണ്ടി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഞാനത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, പപ്പാട്ടൊക്കെ സംസാരിക്കേണ്ടത്. ഇവിടെ
ഇപ്പൊ കേരളത്തിൽ മുഴുവൻ നടന്ന് 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 പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഇതൊരു അപകടം എന്താണെന്നറിയോ നിങ്ങൾ? പാലസ്തീനത്തെ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞു ഇവിടുത്തെ കോൺഗ്രസുകാരനും CPM-കാരനും നടത്തിക്കൊണ്ടിരിക്കുന്നതോ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെ വെള്ളപൂശുകയാണ്. ഇവിടെ മലപ്പുറത്ത് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു, സോളിഡാരിറ്റി. ആ സമ്മേളനത്തിൽ ഈ പറയുന്ന ഹമാസിന്റെ ഒരു പഴയ നേതാവ്, കൊടും ഭീകരൻ, ആ ഭീകരന്റെ പ്രസംഗം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയാണ്. അദ്ദേഹം അറബിയിലാണ് പ്രസംഗിക്കുന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അപ്രൂട്ട് ബുൾഡോസർ ഹിന്ദുത്വത്തെ ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചു മൂടണം. ഈ അലവലാതി വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയാണ്, മിർഷ ഗാലിബോ ആ അലവലാതി പറയുകയാണ്, ആ തീവ്രവാദി പറയുകയാണ്, മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഹിന്ദുത്വത്തെ ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചു മൂടണം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാ, ഇവിടെ കോൺഗ്രസുകാരാ, മുസ്ലിം ലീഗ് ഒരു പക്ഷേ ഹമാസിന് വേണ്ടി പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ആ പാർട്ടി മുസ്ലിം പാർട്ടിയാണ്. ആ പേരിൽ തന്നെയുണ്ട് അവരുടെ മതം എന്താണ്, അവരുടെ കാര്യം എന്താണ് എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ. നിങ്ങൾ എത്ര പേര് ഹിന്ദുക്കളുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മതത്തിന്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. എത്ര ഹിന്ദുക്കളുണ്ട്? ഹിന്ദുത്വത്തെ കുഴിച്ചു മൂടണം എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിനെയും കുഴിച്ചു മൂടണം, കോൺഗ്രസ് ഹിന്ദുവിനെയും കുഴിച്ചു മൂടണം, RSSന്റെ ഹിന്ദുക്കളെ മാത്രം കുഴിച്ചു മൂടിയാൽ പോരാ, അല്ലേ? എല്ലാ ഹിന്ദുക്കളെയും കുഴിച്ചു മൂടണമെന്നാണ് ആ തീവ്രവാദി അവിടെ വന്ന് പ്രസംഗിച്ചത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഉണ്ടാകുമ്പോ ഹിന്ദുക്കൾ എന്ന് പഴച്ചു. എന്തിനാ അതിന് ഹിന്ദുത്വത്തെ വലിച്ചു കൊണ്ടുവരുന്നത്? MK മുനീർ ഉണ്ടല്ലോ, കോഴിക്കോടുകാരനായിട്ടുള്ള മാന്യൻ, മതേതരത്വത്തിന്റെ അപ്പോസ്തലൻ. ആ MK മുനീർ കോഴിക്കോട് ബീച്ചിൽ വെച്ച് പ്രസംഗിക്കുകയാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ. ഹമാസിന്റെ പോരാളികളെ കുറിച്ച്, ഹമാസിന്റെ ഭീകരവാദികളല്ല, അവരോട് നമ്മൾ ഐക്യപ്പെടണം. പണ്ട് സുനിൽ പി അടയാളം പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ഐക്യപ്പെടണമെന്ന് സുനിൽ പി അടയാളം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്റെ ഭാഷ സുനിൽ പി അടയാളം. ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. MK മുനീർ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, ഭഗത് സിംഗിനെ പോലെ പോരാളിയാണ് ഹമാസിന്റെ പോരാളികളെന്ന്. ആരാ ഹമാസ്? ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി അവിടുത്തെ നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കി, എത്രയോ പേരെ കൊന്നൊടുക്കി, IS തീവ്രവാദികളെ കൊല്ലുന്നത് പോലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത കൊടും ഭീകരവാദ സംഘടനയല്ലേ ഈ ഹമാസ്? ഈ ഹമാസിന്റെ തീവ്രവാദികളല്ലേ ഒരു ഇസ്രയേലി മാധ്യമ പ്രവർത്തകയെ പിടിച്ചുകൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ കുട്ടിയുടെ നഗ്ന ശരീരത്തെ പാലസ്തീന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ പ്രദർശിപ്പിച്ച് നവമാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിച്ചത്, അല്ലേ? ഇത്ര ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്യാൻ, ഇത്ര പൈശാചികമായ കൃത്യം ചെയ്യാൻ സാധിക്കുന്ന ഭീകരവാദ സംഘടന ഹമാസ്. ആ ഹമാസിനെയാണ് പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടു നടക്കുന്നത് ഇവിടുത്തെ CPM-കാരനും കോൺഗ്രസുകാരനും. നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയായിരിക്കും. ഈ കേരളം ഇതിന് കൊടുക്കേണ്ടി വരുന്നതോ വലിയ വിലയായിരിക്കും. ഈ പറയുന്ന കേരളത്തിൽ നിന്നല്ലേ, കാസർഗോഡ് നിന്ന്, തൃക്കരിപ്പൂരിൽ നിന്ന്, പടന്നയിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവർ മലയാളികൾ. ഏറ്റവും കൂടുതൽ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് കേരളം. പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ, 100% സാക്ഷരതയുള്ള സംസ്ഥാനം എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയും. എന്നിട്ടോ ഈ കേരളത്തിൽ നിന്ന് എങ്ങനെയാ ഈ തീവ്രവാദ സംഘടനകളിലേക്കോ ഇത്രയും പേർ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്? ഉത്തരവാദി നിങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാരാ ഉത്തരവാദി നിങ്ങളാണ്. കോൺഗ്രസുകാരാ ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങളാണ് തീവ്രവാദികൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത്. നിങ്ങളാണ് തീവ്രവാദികൾക്ക് പാലും പഴവും കൊടുത്ത് അവരെ വളർത്തുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഈ ഇത്തരം തീവ്രവാദി സംഘടനകളിലേക്ക് ആളുകൾ കയറുന്നത്, അല്ലേ? എത്ര ദൗർഭാഗ്യകരമാണ് ഈ കേരളത്തിന്റെ അവസ്ഥ. ഇങ്ങനെയല്ലേ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ജയകൃഷ്ണ മാസ്റ്റർ ബലിദാന ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യമുണ്ട്. ഇടത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെയായിരുന്നു എപ്പോഴും നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇടത് ജിഹാദി കൂട്ടുകെട്ട്. ആ ഇടത് ജിഹാദി കൂട്ടുകെട്ടല്ലേ നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങളറിയോ, ഞാൻ ഈ നവകേരള സദസ്സിന്റെ പോസ്റ്റർ നോക്കിയപ്പോ കാണുന്നില്ല. നാദാപുരം, അങ്ങാടിയിലും കുറ്റ്യാടിയിലൊന്നും പോസ്റ്റർ കാണുന്നില്ല. നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ പച്ചക്കളർ പോസ്റ്റർ നവകേരള സദസ്സിന്റെ പോസ്റ്ററാണ്. സാധാരണ CPM-ന്റെ പോസ്റ്റർ പച്ച കളറിൽ അടിക്കും നമ്മൾ വിചാരിക്കുമോ? ഈ പോസ്റ്റർ മുഴുവൻ പച്ച കളറാണ്. മുഖ്യമന്ത്രി പച്ച കളറിൽ, എഴുത്ത് പച്ച കളറിൽ, എല്ലാം പച്ച. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ ഈ പ്രസംഗം ശ്രമിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞാലോചിക്കണം. നെഞ്ച് കൈവച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപം ഉണ്ടല്ലോ,
നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത 5 രക്തസാക്ഷികൾ ഉറങ്ങുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപം. ആ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന്റെ കളറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സാധാരണ ചുവപ്പും വെള്ളയൊക്കെയാണ് കളറ് കഴിക്കാറ്. പക്ഷെ കഴിഞ്ഞ വർഷം കൂത്തുപറമ്പ് കൂടി പോകുമ്പോ രക്തസാക്ഷി മണ്ഡപത്തിന്റെ കളറൊക്കെ മാറിയിരിക്കുന്നു. രക്തസാക്ഷി മണ്ഡപം നല്ല അസൽ പച്ചക്കളറായിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പാനൂരുകാരോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന്റെ കളർ വരെ മാറ്റിയടിച്ച് പച്ചയാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ പച്ചയിലേക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ചെങ്കൊടി ഉണ്ടല്ലോ, ആ ചെങ്കൊടിയുടെ നിറം മാറി 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 അത് പൂർണ്ണമായ പച്ചയായി മാറുന്ന കാഴ്ച ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ബാലുശ്ശേരി ഉണ്ടല്ലോ, കോഴിക്കോടിനടുത്തുള്ള ബാലുശ്ശേരിയിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു സഖാവിനെ അടിച്ചിട്ടോ പിറ്റേന്ന് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് പോപ്പുലർ ഫ്രണ്ടിലുകാരായിട്ടുള്ള സഖാക്കന്മാരാണ് ഈ ചങ്ങാതിനെ അടിച്ചത്. അല്ലെ ഉപമുഖ്യനെ സഖാവിനെ അടിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള സഖാക്കന്മാരും. ഇതല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? രാവിലെ CPM DYFI, രാത്രിയായാൽ പോപ്പുലർ ഫ്രണ്ട് MDF SDPI. ഇല്ലേ? കേരളത്തിലെ എത്ര സ്ഥലങ്ങളിൽ ഈ SDPയും CPM-ഉം ചങ്ങാത്തത്തിലാണ്. പത്തനംതിട്ട കോട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്, മറക്കരുത്. അവിടുത്തെ ചെറിയ കുട്ടികളുടെ നെഞ്ചത്താണ് ഞാൻ ബാബറി എന്ന് ബേറ്റ് കുത്തി കൊടുത്തത്. ഓരോരോ കുട്ടികളെയും പോകുമ്പോ NDF-കാരെ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ബാബറി ഡിസംബർ 6-ാം തീയതി. എന്താന്ന് പോലും ഈ കുട്ടിയൊക്കെ അറിയില്ല. മാഷന്മാരെ നോക്കുമ്പോഴാണ് എല്ലാത്തിന്റെ കീശയിലും ഉണ്ട് SDPI-ക്കാർ കുത്തി കൊടുത്തത്. ആ കോട്ടങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്നതും CPM-ഉം ഇതുപോലെ SDPI-യും ഒരുമിച്ചല്ലേ? നിങ്ങൾ വലിയ മതേതരത്വത്തെ കുറിച്ച്, തീവ്രവാദ വിരുദ്ധതയെ കുറിച്ച് വലിയ വായിൽ പ്രസംഗിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തീവ്രവാദ സംഘടനയുമായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭരിക്കാൻ സാധിക്കുന്നത്? പന്തളം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുമായിട്ട് ചങ്ങാത്തത്തിലാണല്ലോ SDPI. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കേരളത്തിലെ എത്ര സ്ഥലങ്ങളിൽ ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തീവ്രവാദികളോട് കമ്മ്യൂണിസ്റ്റുകാര് നിങ്ങൾക്ക് മൃദു സമീപനമാണ്. നിങ്ങൾക്ക് തീവ്രവാദം പ്രശ്നമല്ല. AM ആരിഫ് എന്ന് പറയുന്ന CPM-ന്റെ അവശേഷിക്കുന്ന ഒരു കനൽത്തരിയുണ്ട് ആലപ്പുഴ, അല്ലെ? ഒരേ ഒരു കനൽത്തരി, അത് കെട്ടുപോലായി ഒരേ കനൽത്തരി ബാക്കിയുള്ളൂ. ഈ AM ആരിഫ് പറയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് മോശമായി പോയി. പോപ്പുലർ ഫ്രണ്ട് പോലെ തന്നെയാണ് സംഘപരിവാർ, അതുകൊണ്ട് അതിനെയും കൂടി നിരോധിക്കണം. ഇതാണ് AM ആരിഫിന്റെ അഭിപ്രായം, അല്ലേ? ഇതല്ലേടോ തീവ്രവാദത്തോട് നിങ്ങളുടെ സമീപനം? ഈ തീവ്രവാദികളെ എന്നും വെള്ളപൂശിയതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കമ്മ്യൂണിസം ഈ രാജ്യത്ത് എത്രമാത്രം അപകടകരമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടിയല്ല. ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. ഇത് ഈ മണ്ണിൽ വെച്ചു പുറപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ കാലത്തിന്റെ കൃത്യമായിട്ട് കാലം ചില കണക്കുകൾ ചോദിക്കും, ചില പ്രതികാരങ്ങൾ ചോദിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെല്ലാം ലോകരാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ ആ ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ പടിയടച്ച് പിണ്ടം വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നിഷ്കാസനം ചെയ്യപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. AK ബാലൻ പറഞ്ഞു, നമ്മുടെ ബസ് ഉണ്ടല്ലോ, ആ ബസ് തിരുവനന്തപുരത്ത് എത്തുമ്പോ ആ ബസ് മ്യൂസിയത്തിൽ വെക്കാമെന്നാണ് AK ബാലന്റെ കണ്ടുപിടുത്തം, അല്ലേ? AK ബാലൻ പറഞ്ഞത് ശരിയാണ്. മ്യൂസിയത്തിൽ ആവാൻ പോവുകയാണ്, മ്യൂസിയത്തിൽ വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലെ കുട്ടികൾ പഠിക്കാൻ പോവുകയാണ്. ഉണ്ടായിരുന്നു എന്ന്. കാരണം ഈ ബസ് ഉണ്ടല്ലോ, ആ ബസ് അങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോ മ്യൂസിയത്തിലാകാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മ്യൂസിയത്തിലാകാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ സഹികെട്ട് പൊറുതിമുട്ടി നിങ്ങളെ മ്യൂസിയത്തിലാക്കാൻ പോവുകയാണ്. കേരളീയം നടത്തിയിട്ട് ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കോടിക്കണക്കിന് റുപ്യ കൊടുത്തത് എന്തിനാണെന്നറിയോ? തിരുവനന്തപുരം ടൗണിലെ മുഴുവൻ ട്യൂബ് ലൈറ്റുകൾ കെട്ടാൻ, നല്ല മിന്നുന്ന ലൈറ്റ് തൂക്കാൻ കോടികൾ. അപ്പോഴാണ് പ്രസാദ് ആത്മഹത്യ ചെയ്യുന്നത്. നവകേരള യാത്രയ്ക്ക് കോടികൾ കൊടുക്കുമ്പോഴാണ് ഈ ക്ഷീരകർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? പട്ടിണിക്കാരൻ വീണ്ടും വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്നു. കഷ്ടപ്പാട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് വലിയൊരു ഗതികേടാണ് ഇത്! അനുഭവിക്കുന്നത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാരല്ല. 50 ലക്ഷത്തോളം ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ. 50 ലക്ഷം നല്ല വിദ്യാഭ്യാസമുള്ള മുടുക്കന്മാരും മുടുക്കികളും. ഇവിടെ ജോലിയുണ്ടോ? ആളുകൾ മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ജോലിക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ജോലിക്ക്. കേരളത്തിൽ ഒരു സാധ്യതകളുമില്ല. കേരളത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയതാരാ? 44 നദികളുള്ള സംസ്ഥാനം,
എന്ത് നട്ടാലും പൊന്നു വിളയുന്ന സംസ്ഥാനം, എന്തധ്വാനിക്കാനും മടിയില്ലാത്ത ജനങ്ങളുള്ള സംസ്ഥാനം. ഈ സംസ്ഥാനം എങ്ങനെയാ ഇങ്ങനെ വികസന മുരടിപ്പിന്റെ ബാക്കിപത്രമായി മാറിപ്പോയത്? ഉത്തരവാദി നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരാ, ഉത്തരവാദി നിങ്ങളാണ് കോൺഗ്രസുകാരാ. തുടർച്ചയായി 2ാം വട്ടവും അധികാരം കിട്ടി എന്നുള്ള അഹങ്കാരമാണ്. അഴിമതി അഴിമതി അഴിമതി, ഇത് മാത്രമാണല്ലോ മുഖമുദ്ര. ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി, ഭാര്യ, മകൾ, മകൻ, കുടുംബത്തോടെ കട്ടുമുടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇന്ത്യ മഹാരാജ്യത്തോ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? കുടുംബത്തോടെ കട്ടുമുടിക്കുകയാണ്. മാസപ്പടിക്കാരുടെ ലിസ്റ്റിൽ വീണ എന്ന പേരുണ്ട്. വീണ പൊന്നുമോളാണ്. മുഖ്യമന്ത്രി പി വി ആരാ? പിണറായി വിജയനാണ് പി വി, അല്ലേ? CPM-ന്റെ നേതാക്കന്മാർ മാത്രമല്ല, ഉഞ്ഞാലിക്കുട്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്, അല്ലേ? എല്ലാവരും മാസപ്പടി വാങ്ങുക, ചില്ലാനം വാങ്ങുക. ഒരു പണിയെടുക്കാതെ മുഖ്യമന്ത്രിയുടെ മോക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുകയാണ്. എടാ സഖാക്കന്മാരെ, ഇവിടുത്തെ സാരോ സഖാക്കന്മാരും രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കൂലി എത്രയാ? ഒരു പണിയും എടുക്കാതെ മുഖ്യമന്ത്രി, പാവപ്പെട്ടവന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ മോള് കോടിക്കണക്കിന് രൂപയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഒരു പണിയും എടുക്കാതെ. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള ആർജവമുണ്ടോ? നട്ടലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാര് എന്തും ചോദ്യം ചെയ്യുന്നൊക്കെയല്ലേ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഗണപതി വിത്താണ് എന്ന് പറഞ്ഞാൽ അത് വിത്ത് തന്നെയാണ്. അള്ളാഹു വിത്തല്ല, അള്ളാഹു സത്യമാണ്. ഏകദൈവത്തിന്റെ പ്രത്യേകതലമാണ്. ഗണപതി വിത്താകുമ്പോ അള്ളാഹു സത്യമാകുന്നു. അതല്ലേ ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറഞ്ഞത്? എല്ലാ ദിവസവും ഗണപതി അമ്പലത്തിൽ പോകുന്ന എത്ര സഖാക്കന്മാരുണ്ട്? നിങ്ങൾക്ക് ചോദിക്കാൻ സാധിച്ചോ? മുഹമ്മദ് റിയാസ് പറഞ്ഞു, AM ഷംസീർ പറഞ്ഞു, AM ആരിഫ് പറഞ്ഞു. എന്താ? ഗണപതി വിത്ത് തന്നെയാണ്. ഗോവിന്ദ മാഷക്ക് അത് ആവർത്തിക്കേണ്ട ഗതികളുണ്ടായില്ലേ? അത് തന്നെയാണ് പാർട്ടി നിലപാട് എന്ന് ഗോവിന്ദ മാഷക്ക് പറയേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഗോവിന്ദ മാഷൊന്നും അല്ല എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ആ സംഭവത്തോടു കൂടി മനസ്സിലായി, അല്ലേ? ഇപ്പൊ ഗോവിന്ദ മാഷ കയ്യിലൊന്നും അല്ല പാർട്ടി, യെച്ചൂരിന്റെ കയ്യിലും അല്ല പാർട്ടി, പ്രകാശ് കാരാട്ടിന്റെ കയ്യിലും അല്ല പാർട്ടി, വിജയരാഘവന്റെ കയ്യിലും അല്ല പാർട്ടി. ഈ പാർട്ടി ആരുടെ കയ്യിലാണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അവരാണ് ഇന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. ആ മാറ്റമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന്റെ കളർ പച്ചക്കളറായത്. കേരളത്തിലെ പല ജില്ലകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്ററിന്റെ കളർ പച്ചക്കളറായതിന്റെ പിന്നിൽ ഈ മാറ്റമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരാ, ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നട്ടലുണ്ടോ നിങ്ങൾക്ക്? ഇതല്ലേ ഈ കേരളത്തെ ഇത്രമാത്രം അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര വൃത്തികെട്ട, ഇത്ര നികൃഷ്ടമായ ഒരു പാർട്ടിയെ ഈ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കൂട്ടക്കൊലകളുടെ ചരിത്രം മാത്രം അവകാശപ്പെടാനുള്ള ഒരു പാർട്ടി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും. ഇപ്പൊ ബംഗാളിലൊക്കെ സ്ഥിതി എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇപ്പോ BJP ഓഫീസിലാണ് അഭയം കിട്ടിക്കൊണ്ടിരുന്നത്. തൃണമൂലുകാര് അടിച്ച് പുറം പൊളിക്കുമ്പോ ഓടി ഇപ്പൊ BJPക്കാരുടെ അടുത്തേക്കാണ് വരുന്നത്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? ഈ സ്ഥിതി ഈ കേരളത്തിലുണ്ടാവും. നിങ്ങളും ഓടിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് അഭയം പ്രാപിക്കുന്ന സാഹചര്യമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. KT ജയകൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹം ജീവൻ ബലിയർപ്പിച്ചത് ഒരു വലിയ ആദർശത്തിന് വേണ്ടിയാണ്. ജയകൃഷ്ണൻ മാസ്റ്റർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞാൻ കൊല്ലപ്പെടുമെന്ന്. പല സഹപ്രവർത്തകരോടും ജയകൃഷ്ണൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. പലരും അദ്ദേഹത്തോട് ഈ മുഖേരിയിൽ നിന്ന് മാറി വേറെ എവിടേക്കെങ്കിലും ഒക്കെ പ്രവർത്തിക്കാൻ, പ്രവർത്തന കേന്ദ്രം മാറ്റാൻ പറഞ്ഞപ്പോ പുഞ്ചിരിയോടുകൂടി ജയകൃഷ്ണൻ മാസ്റ്റർ ആ സഹപ്രവർത്തകരോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഭയന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു KT ജയകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഒരടി പോലും പിന്നോട്ട് വെക്കാതെ വെച്ച കാലടി മുന്നോട്ട് മാത്രം വെച്ച് ഈ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നോട്ട് നടന്ന ധീരനാണ് KT ജയകൃഷ്ണൻ മാഷ്. മരണപ്പെടുമെന്ന് ഉറപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ കൊല്ലണമെന്ന് അക്കാലത്ത് വിചാരിച്ചാൽ കൊല്ലുമെന്ന് കൃത്യമായിട്ട് ജയകൃഷ്ണൻ മാഷക്ക് പറയാം. കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരെ പോലെ നെഞ്ചുവേദനയുള്ളവൻ, പോലീസിനെ കാണുമ്പോൾ പേടിക്കുന്നവൻ, അല്ലേ? GP ജയരാജനൊക്കെ വലിയ ധൈര്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കൊലപാതകത്തിൽ ഉത്തരവിടാൻ ഫത്വ ഇറക്കാൻ ഒരു മടിയുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അവരെ നേർക്കെന്തെങ്കിലും വരുമ്പോ അപ്പം നെഞ്ഞെത്തുന്ന വേദന വരും.
അപ്പൊ തലയിട്ട് വീഴും ഇല്ലേ? ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. പക്ഷെ BJP-യുടെ നേതാക്കന്മാർ, സംഘപരിവാറിന്റെ നേതാക്കന്മാർ നിങ്ങളുടെ കടാരക്ക് മുമ്പിൽ, നിങ്ങളുടെ വാളിന് മുന്നിൽ മുട്ടുപറക്കുന്നവരായിരുന്നില്ല. പിണറായി വിജയൻ ഊരിപ്പിടിച്ച കത്തിന്റെ മുമ്പ് കൂടി നടന്നു എന്നൊക്കെ പ്രസംഗിക്കും. പണ്ട് വണ്ണം കോളേജിൽ പഠിക്കുമ്പോ ഊരിപ്പിടിച്ച കത്തിന്റെ മുന്നിൽ കൂടി ഞാൻ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാ വീമ്പളക്കിയത്? പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഈ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, മുന്നോട്ട് പോകുമ്പോ ജീവിതം എവിടെയെങ്കിലും വെച്ച് ഒരു പക്ഷേ അവസാനിച്ചേക്കാം എന്ന പൂർണ്ണബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞങ്ങളതിൽ ഭയക്കുന്നില്ല. ഈ ഭാരതാംബയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ അത് ഏറ്റവും മഹത്തരമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ ഭയക്കില്ല. ഞങ്ങളെയാണ് നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ഭയപ്പെടുത്തിയാലും ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിവേരുകളെ, ഈ ദേശീയ പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ജയകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹം സ്വപ്നം കണ്ട ആ സ്വപ്നത്തിലേക്ക് അതിവേഗത്തിൽ നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് താമര വിരിയില്ല എന്നാ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഒരിക്കൽ താമര വിരിഞ്ഞിട്ടുണ്ട്, അത് മറക്കണ്ട. പക്ഷേ ഒരു കാര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറക്കണ്ട. ഈ താമര വിരിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താമര വിരിയുന്നത് നല്ല ചെളിക്കുണ്ടിലാണ് താമര വിരിയുന്നത്. നിങ്ങൾ മാറി 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 ഭരിച്ച് ഈ കേരളത്തെ നല്ല ചെളിക്കുണ്ടാക്കി നിങ്ങൾ മാറ്റിയിരിക്കുന്നു. ഈ ചെളിക്കുണ്ടിൽ ഇനി വിരിയാൻ പോകുന്നത് താമരയായിരിക്കും. താമര വിരിഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഒരു താമര വിരിഞ്ഞാൽ അവിടെ വേറെ ഒന്നും പിന്നെ പൊടിക്കൂല. ഒരു ചെടിയും ആ താമരക്കുളത്തിൽ പിന്നുണ്ടാവില്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നിഷ്കാസനം ചെയ്യപ്പെടുന്ന കാഴ്ച ഈ കേരളത്തിന്റെ മണ്ണിലും കാണും. രാഷ്ട്രീയ മാറ്റങ്ങളുടെ വേഗത അത്തരത്തിലാണ്. ത്രിപുരയുടെ രാഷ്ട്രീയ മാറ്റത്തിന്റെ വേഗത നമുക്ക് ഓർമ്മയില്ല. എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു ത്രിപുരയിൽ BJP-ക്ക്? ത്രിപുരയിൽ ആ രാഷ്ട്രീയ മാറ്റമുണ്ടായത് ചട്ടുലമായിട്ടല്ലേ, ത്വരിതമായിട്ടല്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനങ്ങളുടെ ചരിത്രമെടുത്താലും ക്രമാനുഗതമായ വളർച്ചയിലൂടെ അധികാരത്തിൽ വന്ന കഥകളൊന്നുമല്ല കാണാൻ സാധിക്കുന്നത്. ചതുലമായ മാറ്റങ്ങളാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ ആ മാറ്റമാണ് നമുക്ക് കാണാൻ പറ്റുക. രാഷ്ട്രീയ മാറ്റങ്ങളുടെ വേഗത. ആ മാറ്റത്തിന് കേരളം കാതോർക്കുകയാ. ഈ കേരളത്തെ ചേർത്ത് നിർത്തിയത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഈ കോവിഡ് സമയത്ത് പോലും ഈ രാജ്യത്തെ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് അരി കിട്ടിയത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ കിട്ടിയത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് LPG കണക്ഷനുകൾ ഫ്രീ ആയി കിട്ടിയത്? ആരാണ് നിങ്ങൾക്ക് ജൽജീവൻ മിഷനിലൂടെ പൈപ്പ് കണക്ഷനുകൾ തന്നത്? ആരാണ് നിങ്ങൾക്ക് വീട് ആവാസ് യോജന പദ്ധതികൾ പ്രഖ്യാപിച്ചത്? ആരാണ് ഇവിടുത്തെ റോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്? ചേർത്ത് നിർത്തിയത് നരേന്ദ്രമോദി മാത്രമാണ്. പിണറായി വിജയൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വെറും അവകാശവാദങ്ങൾ, പൊള്ളയായിട്ടുള്ള അവകാശവാദങ്ങൾ മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി കൊതിക്കുകയാണ്. ഒരു പുതിയ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ കേരളം കൊതിക്കുകയാണ്. ആ രാഷ്ട്രീയ മാറ്റത്തിനുള്ള കാഹളം, ആ കാഹളം ജയകൃഷ്ണൻ മാസ്റ്ററുടെ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള കാഹളമായിരിക്കണം. ജയകൃഷ്ണൻ മാസ്റ്റർ സ്വപ്നം കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്ന ദിനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാനത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ നമ്മൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് നാം എടുക്കേണ്ട പ്രതിജ്ഞ, ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അട്ടിപ്പതറാതെ വിശ്രമമില്ലാതെ പോരാടാനുള്ള പ്രതിജ്ഞ. ആ പ്രതിജ്ഞയാണ് നെഞ്ചത്ത് കൈവച്ച് നാം ഓരോരുത്തരും എടുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററുടെ വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. നന്ദി പ്രഭുകൃഷ്ണൻ. നാളെ ഡിസംബർ 2 സ്വർഗീയ പൊളിഞ്ഞോളി ബാലൻ സ്മൃതി ദിനം. രാവിലെ 7:30 മണിക്ക് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സാംഘിക്ക് മുഴുവൻ ആളുകളും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ സാറാണ്. ശ്രീ പത്മനാഭൻ സാർ BJP സംസ്ഥാന വക്താവാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ചാനൽ ചർച്ചകളിലെ BJPയുടെ മുഖം. കോഴിക്കോട് ഉള്ളേരി സ്വദേശി, കോഴിക്കോട് ബാറിലെ അഭിഭാഷകൻ,
ചാനൽ ചർച്ചകളിൽ എതിരാളികൾക്ക് ഉരുളിക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ബിജെപിയുടെ സമാരാധ്യനായ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായ ഭാരതീയ യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ഈ പാനൂര് മേഖലയിൽ സ്വർഗീയ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും അധ്യക്ഷം വഹിക്കുന്ന ശ്രീ രോഹിത് റാം, യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി, ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ, വേദിയിലിരിക്കുന്ന പാർട്ടിയുടെയും യുവമോർച്ചയുടെയും മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരെ, അമ്മമാരെ, സഹോദരിമാരെ, പാനൂരിലെ ജയകൃഷ്ണൻ എന്റെ സഹപ്രവർത്തകനുമാണ് യുവമോർച്ചയിൽ. ആ ജയകൃഷ്ണന്റെ ബലിദാന ദിനത്തിൽ ഇവിടെ വന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ജയകൃഷ്ണൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ എന്നോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യനെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ശ്രീ ജയകൃഷ്ണനെ നമ്മളിൽ നിന്നും തട്ടിയെടുത്തു. സുഹൃത്തുക്കളെ, ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്തമയത്തിന്റെ മണിക്കൂറുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, കോൺഗ്രസിന്റെയും അതോടൊപ്പം ഇവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുന്നണിയുടെയും അസ്തമയ മണിക്കൂറുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതിയാണ്. 2019 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചത് 2019 മാർച്ച് മാസം 2-ാം തീയതിയാണ്. ആ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 3 മാസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും. ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നാം നിൽക്കുന്നത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ 9.5 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ ഈ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഞാനിത് പറയാൻ കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് 2014 8 വയസ്സായിരുന്നു പ്രായം. വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ 2014 8 വയസ്സായിരുന്നു. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ലാത്ത കളിച്ചു നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അയാൾ. ആ കുട്ടിയാണ് 2024 ഒരു പൗരനായി തന്റെ കന്നി വോട്ട് വിനിയോഗിക്കാൻ പോകുന്നത്. രാജ്യത്തിലെ പല സാമൂഹ്യ മാധ്യമങ്ങളിലും അതല്ലാത്ത ചില മാധ്യമങ്ങളിലുമൊക്കെ ബോധപൂർവം ഒരു പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. 10 വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചല്ലോ, ഒരു മാറ്റത്തിന് വേണ്ടി നാം നരേന്ദ്രമോദിക്ക് അവസരം കൊടുത്തല്ലോ. 10 വർഷം നരേന്ദ്രമോദിയും ഭരിച്ചല്ലോ, ഇനി ഒരു മാറ്റമാവാമെന്ന്. ഇത് വളരെ ബോധപൂർവം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ജനമനസ്സുകളിലേക്ക് കടത്തിവിടുന്ന ഒരു സങ്കല്പമാണ്.
2014 8 വയസ്സുണ്ടായിരുന്ന അല്ലെങ്കിൽ 9 വയസ്സുണ്ടായിരുന്ന 10 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇതിന്റെ പിന്നിലെ ദുരുദ്ദേശം മനസ്സിലായി എന്ന് വരില്ല. പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാവില്ല. എന്താ കാര്യം? ഏത് സാഹചര്യത്തിലാണ് 2014 ഈ രാജ്യത്ത് ഒരു മാറ്റമുണ്ടായത് എന്ന് അവർക്കറിയില്ല. നമുക്കറിയാം. പക്ഷേ 2014 എന്താണ് സംഭവിച്ചത് എന്ന്. എന്തായിരുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത 30 വർഷങ്ങൾക്ക് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ ലോകസഭയിൽ കേവല ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ്. 1984 ശേഷം ഈ രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയത് 2014 ലോകസഭയിൽ അംഗസംഖ്യ 543 അതിലെ മാന്ത്രിക സംഖ്യ 272 അത് 30 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിക്ക് കിട്ടിയത് 2014 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജ്യത്ത് അലയടിച്ച സഹതാപ തരംഗം അല്ലെങ്കിൽ ചിതാഭസ്മ തരംഗം അങ്ങനെയും വിളിക്കാം. അതിന്റെ ഫലത്തിലാണ് അന്ന് കോൺഗ്രസിന് 405 സീറ്റ് കിട്ടിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 30 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു തവണ ഒരു മുന്നണിക്ക് കേവല ഭൂരിപക്ഷം കിട്ടി 1999. അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ NDA ഗവൺമെന്റിന് 306 സീറ്റ് കിട്ടി. പക്ഷെ അന്ന് BJPക്ക് 182 സീറ്റേ ഉള്ളൂ. പക്ഷേ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് 282 സീറ്റ് കിട്ടി. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടി. എന്താണ് അതിന്റെ കാരണമെന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന 18 വയസ്സ് 19 വയസ്സ് 20 വയസ്സുള്ളവൻ അറിയില്ല. എന്താണ് ഇവിടെ നടന്നത്? 10 വർഷം 2004 അടൽജി തോറ്റു. ആരും പ്രതീക്ഷിച്ചില്ല. 2004 തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്നത് 2004 മെയ് 13 ആ മെയ് 13 രാവിലെ 8 മണി വരെ ഈ രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കോൺഗ്രസുകാർ വിചാരിച്ചില്ല, കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചില്ല, ഇവിടത്തെ ഒരു മാധ്യമങ്ങളും എഴുതിയില്ല. ആർക്കും ധൈര്യമില്ലായിരുന്നു അടൽജി പോകുമെന്ന് പറയാൻ. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ടത് സംഭവിച്ചു. കോൺഗ്രസുകാർ പോലും പ്രതീക്ഷിക്കാതെ, ഈ രാജ്യത്തെ പ്രതിപക്ഷങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഭരണപക്ഷം പരാജയപ്പെടുകയും പ്രതിപക്ഷത്തിന് കൂട്ടായി നിന്നാൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥ വരികയും ചെയ്തു. പൊട്ടന് ലോട്ടറി അടിച്ചു. അതാണ് സംഭവിച്ചത്. എന്തായിരുന്നു പിന്നീട് 10 വർഷം ഈ രാജ്യത്ത് നടന്നത്? 2004 വിജയം 2009 ചില പ്രത്യേക കാരണങ്ങളാൽ സംഭവിച്ചു. 10 വർഷം ഈ രാജ്യത്ത് നടന്നതെന്താ? നാട്ടിലെ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്നു. 12 ലക്ഷം കോടി രൂപയുടെ. നമുക്കറിയാം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2G സ്പെക്ട്രം 1,70,75,000 കോടി രൂപ, കൽക്കരി കുംഭകോണം 1,86,000 കോടി രൂപ, കോമൺവെൽത്ത് അഴിമതി 80,000 കോടി രൂപ, ആദർശ് ഫ്ളാറ്റ് കുംഭകോണം 40,000 കോടി രൂപ, ഇറ്റലിയിൽ നിന്നും വെസ്റ്റ് മിനിസ്റ്റർ ഹെലികോപ്റ്റർ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച വകയിൽ 12,000 കോടി രൂപ. അങ്ങനെ ചെറുതും വലുതുമായ അഴിമതികൾ അടുക്കി വെച്ചാൽ ഒരു 10-12 ലക്ഷം കോടി രൂപ രാജ്യത്തിന് നഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ 5G ആണ് മൊബൈൽ. ഇപ്പോ നോക്കി സംസാരിക്കാം, അതന്നെ സ്പീഡിൽ കിട്ടും, നല്ല സ്പീഡിലാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി. ഇതൊക്കെ 5G, 5ാം തലമുറ. 5G എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ. 5ാം തലമുറ എന്ന് പറഞ്ഞാൽ 5th ജനറേഷൻ. ഇപ്പൊ 5G മൊബൈലാണ്. 5G
5G 5th ജനറേഷൻ മൊബൈലാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. പലരും, ചിലരൊക്കെ 4G ആണ്, ചിലരൊക്കെ 3G ആണ്. ഇത് വാജ്പേയിയുടെ കാലത്ത് സാധാരണ മൊബൈൽ സംവിധാനമായിരുന്നു. ഈ സംവിധാനത്തെ നമുക്ക് ഓർമ്മയുണ്ടാകും 2000 ആണ്ടിൽ 99, 98 അന്നൊക്കെയാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിൽ മൊബൈൽ വന്നത്. 99, 2000, 2001, 2002 കാലഘട്ടം. അന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈലിൽ അങ്ങോട്ട് വിളിക്കാം, ഇങ്ങോട്ട് വരുന്ന ഫോൺ എടുക്കാം. പിന്നെയോ വാചകങ്ങൾ SMS അയക്കാം, വാചകങ്ങൾ SMS അയക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് 2G വരുന്നത്. എന്താ 2G? ഇൻഫ്രാറെഡ് സംവിധാനം, ചിത്രങ്ങൾ മൊബൈലിൽ അയക്കാം. ഈ സംവിധാനം 2G വന്നപ്പോൾ വാജ്പേയിയാണ് ഭരിക്കുന്നത്. അത് ആ സംവിധാനത്തിനുള്ള അവകാശം, ലൈസൻസ് ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഏറ്റവും കൂടുതൽ പണം തരുന്ന കമ്പനികൾക്ക് അതാത് മേഖലകൾ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടു. മൻമോഹൻ സിംഗ് സർക്കാരാണ് 2G ലേലം നടത്തിയത്. എന്താ സംഭവിച്ചത്? ഇവിടെ ലേലത്തിൽ പങ്കെടുത്ത മൊബൈൽ കമ്പനികൾക്ക് ഇവിടെ പ്രദേശങ്ങളിൽ മൊബൈൽ സംവിധാനം ഏർപ്പെടുത്തിയ BPL പോലുള്ള, എയർടെൽ പോലുള്ള, റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് ആർക്കും ലേലത്തിൽ ഒന്നും കിട്ടിയില്ല. 2G ലേലം കൈക്കലാക്കിയത് കോൺഗ്രസുകാരുടെ സിൽബന്ദികൾ, അവരുടെ അളിയന്മാർ, അവർക്ക് പണം കൊടുത്തവർ, അവരൊക്കെ ഈ മൊബൈൽ ലൈസൻസ് 2G ലൈസൻസ് കരസ്ഥമാക്കി. എന്നിട്ട് അവർ യഥാർത്ഥ മൊബൈൽ കമ്പനികൾക്ക് മറച്ചു വിറ്റു. ഇതാണ് സംഭവിച്ചത്. രാജ്യത്തിന് കിട്ടേണ്ട പണം, ആ പണം ഈ ഇടനിലക്കാർക്ക്, കോൺഗ്രസുകാരുടെ സിൽബന്ദികൾക്ക്, അളിയന്മാർക്ക്, അവർക്ക് പണം കൊടുത്തവർക്ക് കിട്ടി. DMK-കാർക്കും കിട്ടി. കാരണം അന്ന് മാറനായിരുന്നു വാർത്താ വിതരണ വകുപ്പ് മന്ത്രി, വാർത്താവിനിമയ വകുപ്പ് മന്ത്രി. അങ്ങനെ ഈ രാജ്യത്ത് വലിയൊരു അഴിമതി നടന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണക്ക് കൂട്ടി പറഞ്ഞു, ഇന്ത്യക്ക് പോയത് 1,75,000 കോടി രൂപ. കാരണം ചുരുങ്ങിയ വിലയ്ക്ക് ഇവരുടെ ആളുകൾ ഈ ലൈസൻസുകൾ സ്വന്തമാക്കി മൊബൈൽ കമ്പനികൾക്ക് മറച്ചു വിറ്റു. രാജ്യത്തിന്റെ നഷ്ടം 1,75,000 കോടി രൂപ. സുപ്രീം കോടതിയിൽ കേസായി. സുപ്രീം കോടതി 2G ലൈസൻസ് സമ്പൂർണമായി ക്യാൻസലാക്കി. എന്നിട്ട് പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് 1.75. അതിന്റെ ചൂടണയുന്നതിന് മുമ്പ് കൽക്കരി കുംഭകോണം വന്നു. എന്താ കൽക്കരി കുംഭകോണം? നമ്മുടെ നാട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിലൊക്കെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ഡാമിൽ ശേഖരിച്ച വെള്ളം കുറേശ്ശെയായി പുറത്തേക്ക് വിടുന്നു, അത് ടർബൈൻ കറക്കുന്നു, അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഡീസൽ കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കോഴിക്കോട്ട് നല്ലടത്ത് ഡീസൽ പ്ലാന്റിൽ ഡീസൽ കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, താപവൈദ്യുതി നിലയം. എന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ സിംഹഭാഗവും കൽക്കരി കത്തിച്ചിട്ടുണ്ടാക്കുന്നതാണ്. കേന്ദ്ര പൂളിൽ നിന്നും കേരളത്തിന് കിട്ടുന്ന വൈദ്യുതി വരെ കൽക്കരി കത്തിച്ചിട്ടുണ്ടാക്കുന്നു. ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ കൂടംകുളത്തിലൊക്കെ ഈ ആണവ നിലയങ്ങൾ വന്നത്. അപ്പൊ ഈ കൽക്കരി കത്തിച്ചിട്ടുണ്ടാക്കുന്ന വൈദ്യുതിക്ക് വേണ്ട കൽക്കരി അത് ഖനനം ചെയ്തെടുക്കണം. നമ്മുടെ രാജ്യത്ത് ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ, അവിടെ ഭൂമിക്കടിയിൽ ഇനിയും നൂറ്റാണ്ടുകാലം കുഴിച്ചാലും തീരാത്ത കൽക്കരിയുണ്ട്. അത് ഖനനം ചെയ്തെടുത്ത് അതിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതിന്റെ ലൈസൻസ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നു. അത് ഖനനം ചെയ്തെടുക്കാനുള്ള ലൈസൻസ് കൽക്കരി കമ്പനികൾക്കാണ് കൊടുക്കേണ്ടത്. എന്നാൽ കൽക്കരി ലേലം നടന്നപ്പോൾ, കൽക്കരി ഖനികളുടെ ലേലം നടന്നപ്പോൾ കൽക്കരി കമ്പനികൾക്കൊന്നും ഇത് കിട്ടിയില്ല. 2G പോലെ തന്നെ കോൺഗ്രസുകാരുടെ അളിയന്മാർ, സിൽബന്ദികൾ, അവർക്ക് പണം കൊടുത്തവർ, അവർക്ക് കിട്ടി ലൈസൻസ്. അങ്ങനെ രാജ്യത്ത് വലിയൊരു അഴിമതി നടന്നു. അതിലും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സർക്കാരിന്റെ കണക്ക് പിള്ള ഇടപെട്ടു, സത്യം കണ്ടെത്തി. അജയ് റായ് എന്ന് പറയുന്ന CAG പറഞ്ഞു, ഭാരത ഖജാനാവിന്റെ നഷ്ടം 1,86,000 കോടി രൂപ.
1,75,000 കോടി രൂപ 2G, 1,86,000 കോടി രൂപ കൽക്കരി കുംഭകോണം. ഡൽഹിയിൽ കോമൺവെൽത്ത് അഴിമതി നടന്നു. എന്താ കോമൺവെൽത്ത് അഴിമതി? ഈ രാജ്യത്ത് കോമൺവെൽത്ത് ഗെയിംസ് നടത്താനുള്ള അംഗീകാരം അടൽജിയുടെ ഗവൺമെന്റ് നേടിയെടുത്തു. ഒളിമ്പിക്സ് പോലെ ഏഷ്യാഡ് പോലെ വലിയ ഒരു കായിക മേളയാണ് കോമൺവെൽത്ത് ഗെയിംസ്. ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്ന രാജ്യങ്ങളും ബ്രിട്ടനുമായി നല്ല ബന്ധത്തിലുള്ള രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു കായിക മേള. ഏഷ്യാഡിനേക്കാൾ വലുതാണ്, ഒളിമ്പിക്സിനേക്കാൾ ചെറുതാണ്. അത് ഭാരതത്തിൽ 2009 നടത്താനുള്ള അധികാരം നേടിയെടുത്തത് അടൽജി ഗവൺമെന്റ്. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2036 ഒളിമ്പിക്സ് ഭാരതത്തിൽ നടത്താൻ വേണ്ടി നരേന്ദ്രമോദി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അടൽജിയുടെ പരിശ്രമ ഫലമായി 2003 2009 ഈ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടത്താനുള്ള അംഗീകാരം കിട്ടി. വാജ്പേയി പോയി, കോൺഗ്രസുകാർ വന്നു. കോൺഗ്രസുകാരുടെ നേതാവായ സുരേഷ് കൽമാടി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി. അയാൾക്കും സ്പോർട്സും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അങ്ങോട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. കോൺഗ്രസുകാർ ഭരണം കിട്ടിയപ്പോൾ സ്ഥാനമാനങ്ങൾ പങ്കിട്ടെടുത്തു. ചിലർ ക്യാബിനറ്റ് മന്ത്രിയായി, ചിലർ സഹമന്ത്രിയായി, ഒരാൾ സ്പീക്കറായി, ഒരാൾ പ്രധാനമന്ത്രിയായി. സോണിയാഗാന്ധി UPA ചെയർപേഴ്സണായി. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് സുരേഷ് കൽമാടി പറഞ്ഞപ്പോൾ എന്താ നീ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഇന്ന് ആരാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്? PT ഉഷ. ആരാ PT ഉഷ? ഭാരതത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനം. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഒരു സെക്കൻഡിന്റെ 100ൽ അംശത്തിൽ 4x400 ഹഡിൽസിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടു പോയ PT ഉഷ. ഇന്ന് അവരാണ് ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. അവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു BJP. മോഡി സർക്കാർ ആട്ടാൻ അറിയുന്നവനെ ആട്ടാനാക്കി, കോൺഗ്രസുകാർ നെയ്യാൻ അറിയുന്നവനെ ആട്ടാനാക്കി. അത് 2009 അങ്ങനെ സംഭവിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ രാജ്യത്ത് വലിയ അഴിമതി നടന്നു. അവിടെ സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിൽ അഴിമതി, അവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അഴിമതി. ഞാൻ അന്ന് വായിച്ചു കേട്ടത് ഒളിമ്പിക്സ് വില്ലേജിൽ, അതായത് കായിക മേളകൾ നടക്കുന്ന അവിടത്തെ കായിക താരങ്ങൾ താമസിക്കുന്ന, അത് ഏഷ്യാഡായാലും ഒളിമ്പിക്സ് ആയാലും കോമൺവെൽത്ത് ഗെയിംസ് ആയാലും പറയുക വില്ലേജ് എന്നാണ്. ആ വില്ലേജിൽ കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള കോട്ടേജിൽ അവിടത്തെ ബാത്റൂമിലേക്ക് ടവല് വാങ്ങിയ വകയിൽ വരെ കമ്മീഷൻ അടിച്ചു എന്നാ പറഞ്ഞു. 80,000 കോടി രൂപ രാജ്യത്തിന് പോയി. സുരേഷ് കൽമാടിക്ക് രാജിവെക്കേണ്ടി വന്നു. സുരേഷ് കൽമാടി ജയിലിൽ പോയി. കോൺഗ്രസുകാരനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസുകാരനായ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കൽമാടി മാസങ്ങളോളം ജയിലിൽ കിടന്നു. ആദർശ് ഫ്ളാറ്റ് കുംഭകോണം നടന്നു. എന്താ ആദർശ് ഫ്ളാറ്റ് കുംഭകോണം? ഈ രാജ്യത്ത് പട്ടാളക്കാർക്കും പട്ടാളത്തിൽ നിന്നും പിരിയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും മുംബൈയിൽ താമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് എടുത്തു കൊടുക്കാൻ വാജ്പേയി സർക്കാർ തീരുമാനിച്ചു. ഗവൺമെന്റ് ഭൂമിയിൽ ഫ്ളാറ്റ് ഉണ്ടാക്കി ആദായ വിലയ്ക്ക് മാസം തോറുമുള്ള തവണകളായി അടച്ച് സ്വന്തമാക്കാനുള്ള അധികാരം പട്ടാളക്കാർക്കും മുൻ പട്ടാളക്കാർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. 40,000 കോടി രൂപ ചെലവിൽ ആയിരക്കണക്കിന് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു. പക്ഷേ വാജ്പേയി പോയി, കോൺഗ്രസുകാർ വന്നു. എന്തുണ്ടായി? പട്ടാളക്കാർക്ക് ഫ്ളാറ്റ് കിട്ടിയില്ല, മുൻ പട്ടാളക്കാർക്ക് കിട്ടിയില്ല. കോൺഗ്രസുകാരുടെ അളിയന്മാർ